ഔദ്യോഗിക സ്ഥിരീകരണം വരട്ടെ, എന്നിട്ട് മാത്രം നമുക്കതിൽ ഒരു സ്ഥിരീകരണം നൽകാം. കെ വി ബൈജു തുടരുന്നു. ബൈജു, ഇപ്പോൾ മനാഫിന്റെ സഹോദരൻ പറയുന്നു അതിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്ന്, സൂചനയുണ്ട് എന്ന്. അങ്ങനെയുണ്ടോ? എന്തോ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അർജുന്റെ മൃതദേഹം ആ ക്യാബിനകത്ത് ഉണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നമുക്കിപ്പോൾ പറയാം, ആ മൃതദേഹം അർജുന്റെ ഇത്രയും ദിവസമായി നമ്മൾ കാത്തിരുന്ന ലോറിയും കണ്ടെത്തിയിരിക്കുന്നു, ആ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു എന്ന ആ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ വെക്കാനുള്ളത്. മൃതദേഹം കണ്ടെത്തിയെന്നതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരണം. പക്ഷേ ആ രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. പ്രാഥമികമായി അത് ആ ലോറിയുടെ അകത്ത് ഇത്തരത്തിൽ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നമ്മുടെ ദൃശ്യം എടുക്കുന്ന ക്യാമറയും തമ്മിൽ ദൂരമുണ്ട്. നല്ല CP2 ഇത് കണ്ടെത്തിയത്. അതിനകത്ത് മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി ആ വിവരത്തിന് നമ്മൾ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ വളരെ സന്തോഷകരമായ വാർത്ത, ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം ആ കാത്തിരിപ്പ്, അത് ഈ ദൗത്യം അവസാനം ഘട്ടത്തിൽ ഒരുപക്ഷെ ദൗത്യം നിർത്തിവെക്കുന്നു എന്ന് പറയുന്ന ഇടത്തേക്ക് പോലെ കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഏതായാലും ലോറി അർജുന്റേതാണെന്ന ആ സ്ഥിരീകരണം മനാഫ് നൽകിയിരിക്കുന്നു. മൃതദേഹം ഈ ക്യാബിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ആ ലോറിക്കകത്ത് വിശ്രമിക്കുന്ന സമയത്താണ് ആ അപകടം ഉണ്ടായതും. ആ സമയത്താണ് വലിയ തോതിൽ, എന്തായാലും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാബിൻ വലിയ തോതിൽ അപകടം സംഭവിച്ചിട്ടില്ല, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആ ടാങ്കർ ലോറി നമ്മൾ കണ്ടതാണ്, അത് വലിയ തോതിൽ അത്തരത്തിൽ കേടുപാട് സംഭവിച്ചു. പക്ഷേ ഈ ക്യാബിൻ കൃത്യമായി വലിയ തകരാത്ത രീതിയിൽ തന്നെ ക്യാബിനുണ്ട്. ആ ക്യാബിനകത്ത് മൃതദേഹമുണ്ടെന്ന വലിയ ഒരു വിവരം ഏതായാലും ഈ ക്യാബിനും ഇത് ഔദ്യോഗികമായി ഈ സതീഷ് ജെയിൻ MLA ആ ഡ്രഡ്ജറിൽ നിന്ന് പുറത്തു വന്നാൽ അദ്ദേഹം അത് വ്യക്തമാക്കും. പക്ഷേ നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു, അർജുന്റെ മൃതദേഹം ക്യാബിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. എൽദോ.